ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ സിലബസ്സാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യാതൊരു ഐഡിയയും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മാത്സിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എക്സാം എടുക്കാറായി 28ാം തീയതി, അതായത് ഡിസംബർ 28ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 11/1/2025. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 25/1/2025 ആണ്. അപ്പോൾ ഈ 3 ഡേറ്റ്സ് ആണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാം എടുക്കാറായി, ഫസ്റ്റ് സ്റ്റേജ് എടുക്കാറായി, ഇനി 2 ആഴ്ചയും കൂടിയൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാത്സ് സിലബസ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് മാത്സിൽ 20 മാർക്ക് നമുക്ക് എങ്ങനെ ഉറപ്പിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരെ സിലബസ് നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്സിൻ്റെ ഭാഗത്തു നിന്നും ആകെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആ 20 മാർക്കിൽ തന്നെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 മാർക്ക് ലഘുഗണിതം, അടുത്ത 10 മാർക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന് പറയുന്ന ഭാഗത്താണ്, അഥവാ മെൻ്റൽ എബിലിറ്റിക്കാണ് 10 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലഘുഗണിതത്തിൽ ആകെ 8 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ. ഓരോ ടോപ്പിക്സും നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഖ്യകൾ വെച്ചിട്ട് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ തമ്മിലുള്ള ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ക്രിയകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. PYQs ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നീ പറയുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലസാഗു, ഉസാഗ എന്ന് പറയുന്നത്, അഥവാ LCM, HCF നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ടുള്ളത് തന്നെ ചോദിക്കുകയുള്ളൂ. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ എടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകളിൽ നമുക്കറിയാം മിശ്രഭിന്നം, വിഷമഭിന്നം, അങ്ങനെയുള്ള കുറേ ഭിന്നസംഖ്യകളുണ്ട് അല്ലേ. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അവയുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ വരുന്ന സംഖ്യകളാണ് അല്ലേ. അതിൻ്റെയും ഈ ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുകയുള്ളൂ. അടുത്തത് വർഗവും വർഗ്ഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം വർഗം, അതായത് നമ്പേഴ്സിൻ്റെ വർഗം കാണുക, അതായത് വർഗം എത്രയാണ്, വർഗ്ഗമൂലം എത്രയാണ്. അപ്പോൾ അതൊക്കെ കാണാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് ചോദിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ശരാശരിയാണ്. അപ്പോൾ ശരാശരി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്, അഥവാ ആവറേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്നും കാണാനായിട്ടുള്ളത് സാധിക്കും. അപ്പോൾ കുറച്ച് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ശരാശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും. അതും കുറച്ച് വർക്ക് ചെയ്താൽ കിട്ടാവുന്ന തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും ചോദിക്കില്ല. എന്നാലും നമുക്ക് കുറച്ച് വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. അടുത്തത് സമയവും ദൂരവുമാണ്. സമയവും ദൂരവും എന്ന് പറയുന്നത് സ്പീഡും ഡിസ്റ്റൻസും അല്ലേ. ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതും ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നത് ഈ ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ്. കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും ഈ ഒരു ലഘുഗണിതം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. മാക്സിമം PYQs ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന് പറയുന്ന ഭാഗമാണ്, അഥവാ മെൻ്റൽ എബിലിറ്റി. അപ്പോൾ ഇതിൽ നിന്നും 10 മാർക്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. പ്ലസ് എന്നതിനെ മൈനസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മൈനസ് എന്നതിനെ ഡിവിഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്താനൊക്കെ നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രേണികളാണ്, സമാന്തര ശ്രേണികൾ അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ടേം എന്താണ്, അതിൻ്റെ പൊതുവ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. അടുത്തത് സമാന ബന്ധങ്ങളാണ്. സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, 2 സംഖ്യകൾ തന്നിട്ട് അവരുടെ ബന്ധം കണ്ടെത്തിയിട്ട് അടുത്ത സംഖ്യ ഏതാണ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ തരംതിരിക്കൽ,
തരംതിരിക്കലും ഇതുപോലെ തന്നെ സംഖ്യകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അതിൽ നിന്നും ചോദിക്കുന്നത്. നെക്സ്റ്റ് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം അഥവാ ഈ കോഡിങ് ഡീകോഡിങ് ഒക്കെ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഈ ആൽഫബറ്റ്സ് ഒക്കെ തന്നിട്ട് അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ തന്നിട്ട് അതിൻ്റെ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് വേർഡ് എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒറ്റയാന കണ്ടെത്തൽ, അതായത് പദങ്ങളായിക്കോട്ടെ സംഖ്യകളായിക്കോട്ടെ അത് തന്നിട്ട് ഒറ്റയാന കണ്ടെത്താനായിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റയാന കണ്ടെത്തൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഇന്നൊരാൾക്ക് ഇത്ര വർഷം മുമ്പ് ഇത്ര വയസ്സായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും വയസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരുടെ വയസ്സുകളുടെ കമ്പാരിസണൊക്കെ തന്നിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് സ്ഥാനനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു വരിയിൽ ഇത്ര പേരുണ്ട്, എന്നിട്ട് ഒരു വ്യക്തിയുടെ പൊസിഷൻ തന്നിട്ട് പുറകിൽ നിന്നും ഇത്രാമതാണ്, അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും എത്രാമതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അല്ലെങ്കിൽ സ്ഥാനങ്ങൾ തന്നിട്ട് ടോട്ടൽ എത്ര പേരുണ്ട് ആ വരിയിൽ, അങ്ങനെയൊക്കെ ചോദിക്കും. അതിപ്പോൾ ഒരാൾ വെച്ചിട്ടും ചോദിക്കാം, രണ്ടാൾ വെച്ചിട്ടും ചോദിക്കാം. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സ്ഥാനനിർണയവുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാത്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ടോട്ടലി 20 മാർക്കാണ്. 1 ലഘുഗണിതം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും മാത്സ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ PYQസും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റിയിലും 10 മാർക്ക് തന്നെയാണ്. അതും ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ കൂടുതലും ഈ ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഒക്കെ മാക്സിമം കുറച്ച് കൂടി എഫേർട്ട് ഇടുക. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാത്സിൽ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ LGSൻ്റെയും ഈ 10th പ്രിലിംസൊക്കെ ഏകദേശം ഒരേ സിലബസ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ LGSൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ PYQസും നമ്മളവിടെ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാ PYQസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയാലും മോക്ക് ടെസ്റ്റ് ആയാലും ഒക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട് മാത്സുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുക. ബാക്കി ക്ലാസ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.